കൂടുതലും ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ മറുപടി പറയുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അഡ്വക്കേറ്റ് വസന്ത് നമുക്കൊപ്പമുണ്ട്. വസന്ത്, വോട്ട് ചോരി, വോട്ടായില്ല, കിണറ്റിൽ എടുത്തു ചാടി, ഒരു കാര്യവും ഉണ്ടായില്ല. ഒരു മാസമാണ് ഒരു മാസമാണ് തെരഞ്ഞെടുപ്പ് സീനിൽ നിന്ന് രാഹുൽ ഗാന്ധി വിട്ടുനിന്നത്. കോൺഗ്രസ് 60 സീറ്റിൽ മത്സരിച്ച് ഇതായിപ്പോൾ 4ഓ 5ഓ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അത് ഏറ്റവും മോശം പ്രകടനം 5ആണ്. അതിൽ താഴെ പോകുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അല്ല, നോക്കൂ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആദ്യം അതിനുത്തരം പറയാം. ശിവപ്രസാദ് പറയാത്തൊരു കാര്യം അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ആൻഡ് സി എന്നാണ്. ഞങ്ങൾ അവിടെ തോറ്റുവെങ്കിലും ഞങ്ങൾ ആ തോൽവി അംഗീകരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അത് തേജസ്വി യാദവ് ആണ്. ബീഹാറിലെത്തിയ മാധ്യമങ്ങൾ മുഴുവൻ ഈ സമയം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഉറപ്പില്ല കേട്ടോ, പിന്നിലാണ്. ഓക്കെ, ബീഹാറിലെത്തിയ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ. അപ്പോ ബീഹാറിലെത്തിയ അമിത്ഷായോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോ നിതീഷ് കുമാർ ആണോ അടുത്ത മുഖ്യമന്ത്രിയെ തുടരുക എന്ന് ചോദിച്ചപ്പോൾ അല്ല, അതിന് വസന്ത് അവരുടെ പാർട്ടിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, അത് പിന്നീട് അവര് പിൻവലിക്കുന്നു. NDAക്ക് വലിയ വിജയമെന്ന് അവരിടുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാന്നാണ്. ഒറ്റകക്ഷി അതിനുള്ള സ്പേസ് അതിന് അവിടെ കഴിഞ്ഞ ബീഹാറിൽ നിന്നുള്ള നേതാവ് രവിശങ്കർ പ്രസാദ് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് നിതീഷ് കുമാറാണ് മുഖം എന്നുള്ള കാര്യത്തിൽ. നിമോ എന്ന് വിളിച്ചോളൂ. എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കണ്ട പോലെ BJPക്ക് പ്രാദേശിക കക്ഷി അപ്പാടെ ഇവിടെ വിഴുകാൻ പറ്റില്ല. കാരണം നിതീഷ് കുമാറിനെ കൂടെ താങ്ങിക്കൊണ്ടാണ് കേന്ദ്ര ഭരണം നിലനിൽക്കുന്നത്. അപ്പൊ ഒന്നിടപെട്ടോട്ടെ ഇവിടെ നമ്മൾ ഈ പറയില്ല, നമ്മുടെ വീട്ടിലെ ഓട്ട അടച്ചിട്ട് വേണം മറ്റു വീടിനെ കുറ്റം പറയാന്ന് പറയും. ഇപ്പോൾ BJP അവിടെ വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നു. NDA 200 കടന്ന് ഇപ്പോൾ NDA പിന്തുണയ്ക്കുന്ന ഷാവ് പ്രസാദ് വരെ പറഞ്ഞു അദ്ദേഹം ഒരു 160 എന്നൊക്കെ വിചാരിച്ചു, ഇത്രയും പോകുന്ന കരുതില്ല. അവരങ്ങനെ ഒരു വലിയ കുതിപ്പ് നേടി. നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. RJD ഇപ്പോൾ നേരത്തെ ശ്രീ വർഗീസ് ജോർജ് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വളരെ കൃത്യമായി കാര്യം പറഞ്ഞു. അവിടെ ആ ഒരു പൾസ്, പൊതുജനങ്ങളുടെ പൾസ് അറിയുന്നതിൽ RJDയും പരാജയപ്പെട്ടു, കോൺഗ്രസ് പരാജയപ്പെട്ടു. പക്ഷേ കോൺഗ്രസിനെ കുറ്റം പറയുന്നില്ല. അതെ, അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. വേറെ ടൺ കണക്കിന് ഫോട്ടോ പ്രിന്റ് എടുത്തു വന്ന് പൊട്ടിച്ചോരിയെന്ന് ആരോപിച്ചതുകൊണ്ട് ജനം അതങ്ങ് ഒറ്റയടിക്ക് ശരിയാണ്, രാഹുൽ ഗാന്ധി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ഒരു ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് അത് മാറ്റണം എന്ന് കൂടിയാണ് ബീഹാർ പറയുന്നത്. ഒരിക്കലും അല്ല ശ്രീജിത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് അടക്കമുള്ള ഇവിടുത്തെ ജനാധിപത്യ കക്ഷികൾ മനസ്സിലാക്കേണ്ടത്, ലെവൽ പ്ലേയിങ് ഫീൽഡ് എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ ഓടിക്കോളൂ, റേസ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യത്തിൽ ഫീൽഡ് ഇല്ലാതെ എവിടെ ഓടാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ആയതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്, വലിയ നിയമ പോരാട്ടത്തിന് സമയം ഉദിച്ചിരിക്കുന്നു. ഫീൽഡ് ലെവലില്ല എന്നുള്ള കാര്യം ഇപ്പൊ കേരളത്തിലടക്കം നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു എഡ്ജാണ്, അത് എല്ലാവരും ഉപയോഗിക്കും. അതിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് രേവന്ത് റെഡ്ഡിയും അടക്കമുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, കർണാടകയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികം. തെറ്റാണ്. ഞാൻ പറഞ്ഞത് ഫ്രീ ബീസുകളെ പറ്റിയല്ല. ഞാൻ പറഞ്ഞത് 61 ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ SIR-ലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നാട്ടിൽ ഒരിടത്തും, ബീഹാറിൽ ഒരു കാലഘട്ടത്തിലും ഒരു കൊടിയുടെ പോലും സാന്നിധ്യം ഉണ്ടായിട്ടില്ലാത്ത അസുറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയെ അവിടെ കൊണ്ടുവന്ന് മുസ്ലിം മജോറിറ്റി സീറ്റുകളിൽ മത്സരിപ്പിച്ച് അവിടെ വോട്ട് ഭിന്നിപ്പിച്ചതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒവൈസിക്കെതിരായി അത് BJPയുടെ എത്രയോ കാലങ്ങളായിട്ടുള്ള ആരോപണമാണ്. SIR-മായി ബന്ധപ്പെട്ട പരാതി ഉണ്ടല്ലോ. ഈ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. ബീഹാറിൽ നിന്ന് പോയ 50 ലക്ഷത്തിലധികം മനുഷ്യരുടെ പേരിനെ കുറിച്ച് ചോദിച്ചു. ഒരു പരാതി, ഒരു കേസ് പോലും ഒരു കോടതിയിൽ പോലും കോൺഗ്രസ് കൊടുത്തിട്ടില്ല. ഈ ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് SIR-മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വാദം കേട്ടത്? അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകയല്ലേ? തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞത് ഈ 50 ലക്ഷം ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയതല്ല. ആ പേര് മാറ്റിയ ഒരാളും പരാതിയുമായി കോടതിയിൽ പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ പോയത് SIR-നെതിരെയാണ്. കേസെടുത്താണോ? അല്ല, അത് ശരിയല്ല. ആ വാദമേ ശരിയല്ല. ഞാൻ പറഞ്ഞു 50 ലക്ഷത്തിലധികം ആളുകളെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റിയത്. ആ 50 ലക്ഷത്തിൽ വരുന്ന ആളുകൾ ഒരാൾ പോലും പരാതി കൊടുത്തിട്ടില്ല എന്നത് SIR-നെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പോയി. SIR എന്ന പ്രക്രിയക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പോയി. ഈ പേര്, എന്റെ പേരില്ല എന്ന് പറഞ്ഞ ആരും വന്നില്ലെന്നാണ് പറഞ്ഞത്. അത് രണ്ടും രണ്ടാണ്. അതെങ്ങനെ തെറ്റാകും? രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ പരാതി കൊടുക്കാൻ തയ്യാറാവണ്ടേ? വസന്തിന്റെ പേരില്ലെങ്കിൽ വസന്തെങ്കിലും പോയി പരാതി കൊടുക്കണ്ടേ? എന്തുകൊണ്ട് ഞാനില്ല എന്ന് ചോദിക്കണ്ടേ? അത് ചോദിച്ചില്ല എന്നാ പറയുന്നത്.
ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ആ കേസ് പിന്നെ എങ്ങനെയാ പരിഗണിച്ചത്? 6 പരാതിന്മേലാണ്. രാഷ്ട്രീയ അതിലൊരു പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലാതെയുള്ള ലിറ്റിഗേഷൻ വരുന്നു. സംഘടനകളും ആ പോയതാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നിങ്ങൾ മാത്രം സംസാരിക്കാനാണെങ്കിൽ കഴിഞ്ഞതിന് ശേഷം എന്റെ നിങ്ങൾ പേരില്ല എന്ന് മാത്രം പറഞ്ഞ ഒരാൾ സംസാരിക്കാനാണെങ്കിൽ പോയിട്ടില്ല നിങ്ങൾ എന്നാണ് സംസാരിച്ചോളൂ. പറഞ്ഞത്. നിങ്ങളും ഷാഹു SIR പ്രസാദും കൂടെ തെറ്റില്ലെന്നോ? സംസാരിക്കും. നിങ്ങളും ഷാഹു പ്രസാദും കൂടെ സംസാരിച്ചോളൂ. എന്നെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തന്നോളൂ. ഞാൻ പറയുന്നതിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ മുമ്പ് അങ്ങ് കയറി വെടിവെക്കാനാണെങ്കിൽ നിങ്ങൾ എന്നെ ഞാൻ ഒഴിവാക്കി. പറയുന്നത് ഷാഹു തെറ്റാണെന്ന് പ്രസാദുമായി പറയുമ്പോൾ സംസാരിച്ചോളൂ. ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലേ? അല്ല, ഞാനത് പറയാമല്ലോ. അത് പറയുന്നതിന് മുമ്പ് അങ്ങ് വെടിവെക്കില്ലേ തോക്കിക്കറി? ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. നിങ്ങൾ പി ബസന്തിനോട് ചോദിക്കൂ. ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ അദ്ദേഹം. ആ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അതിന്റെ ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട കേസാണ് SIR ബീഹാറിൽ. ആ SIRമായി ബന്ധപ്പെട്ട് അത് കേൾക്കുന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോടതിയുടെ മുമ്പിൽ വന്നപ്പോഴാണ്. ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി കോടതിയെ സമീപിക്കുന്നത് ബീഹാറിലെ ജനാധിപത്യ സംഘടനകളുടെ കൂട്ടമാണ്. ആ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ട്. അവിടെ SIRലൂടെ പുറത്താക്കപ്പെട്ട മനുഷ്യരുണ്ട്. അവരെ റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കോടതിയിൽ ആ കേസ് വരുന്നത്. അതുകൊണ്ട് അപ്പാടെ അയ്യോ അങ്ങനെ ഒരു കേസ് വന്നില്ലേ എന്ന് പറഞ്ഞ് കണ്ണടച്ച് തളയണ്ട. 61 ലക്ഷം മനുഷ്യരെ പുറത്തു നിർത്തുക. നിതീഷ് കുമാറിന്റെ PR ഏജന്റായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളെ വെച്ച് എല്ലാ സീറ്റുകളിലും മത്സരിപ്പിച്ച് നിതീഷ് കുമാറിനെതിരെ ഉള്ള വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുക. പിന്നെ എന്ത് ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അവിടെ കോൺഗ്രസിന്, അവിടെ RJDക്ക്, അവിടെ ലല്ലു പ്രസാദ് യാദവിനും തേജസ്വി അടക്കമുള്ള അവിടുത്തെ പ്രതിപക്ഷത്തിന് ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കുമെങ്കിൽ 9-ാം തീയതി ആ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇട്ടുകൊടുക്കുന്ന ഫ്രീ ബീസ് രാഷ്ട്രീയം എങ്ങനെയാണ് അവിടെ ജയിച്ചു കയറാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ? ജനാധിപത്യത്തിന്റെ മാന്യത ഇതാണോ? 10-ാം തീയതി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 9-ാം തീയതി എല്ലായിടത്തും കൊണ്ടുപോയി പൈസ പെനിട്രേറ്റ് ചെയ്യാണ്, പണം പെനിട്രേറ്റ് ചെയ്യാണ് ഗവൺമെന്റ് മെഷീനറിയിലൂടെ. ഇപ്പൊ ഒരുപക്ഷെ അശ്വതി ചേട്ടനോട് ചോദിക്കും, അത് നിങ്ങൾ തെലങ്കാന എവിടെയെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ തലേ ദിവസം അത് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്ത ഒരു സൂചന അങ്ങേക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ കേരളത്തിൽ നമ്മൾ അവരെ കുറ്റം പറയുന്നത് പെൻഷൻ വർദ്ധിപ്പിച്ചു. അതുപോലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പാണ്. പക്ഷെ ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നിതീഷ് ഗവൺമെന്റിന് മെസ്സേജ് കൊടുക്കുന്നു. ആ മെസ്സേജ് കിട്ടിയതിന്റെ തലേ ദിവസം ഇവർ ക്ലിയർ ആയി ആ പണം പെനിട്രേറ്റ് ചെയ്ത് താഴെ തട്ടിലേക്ക് എത്തിയതിന്റെ പിറ്റേ ദിവസം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? പക്ഷേ ഒരു കാര്യമുണ്ട് അതിൽ. ഇപ്പോ ശരിയാണ്, അത് ഒരു ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു മൈലേജ് എഡ്ജൊക്കെ ഉണ്ട്. അതിന് പകരമായി നിങ്ങൾ 30,000 തേജസ്വി യാദവ് വാഗ്ദാനം ചെയ്തത്. അപ്പോൾ ഫ്രീ ബീസ് കൊടുക്കാൻ അപ്പോൾ നിലവിൽ കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്തു, പറ്റാത്തവർ ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം അവിടെ അത് ബാലൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ലോ. ബീഹാറിൽ ഇപ്പോൾ പലരും പറഞ്ഞു ബീഹാറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, വലിയ പ്രശ്നങ്ങൾ അവിടുത്തെ ജനത നേരിടുന്നുണ്ട്. അതിന് ഒരു ചെറിയ അളവിലെങ്കിലും ഒരു അനക്കമുണ്ടായി, ഒരു മാറ്റമുണ്ടായി എന്ന് ജനങ്ങൾക്ക് തോന്നിയിടത്താണ് ആ നിലവിലുള്ള സർക്കാരിനെ തുടരാൻ അവർ അനുവദിക്കുന്നതെന്നാണ്. നിങ്ങൾക്കത് അവിടുത്തെ ആ കഷ്ടതയെ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ, ഞങ്ങൾ വന്നാൽ ഇത് വലിയ അളവിൽ ഇപ്പോഴത്തെ പോലെയല്ല, ഇതിലൊക്കെ വലിയ അളവിൽ ഞങ്ങൾ മാറ്റിത്തരാമെന്ന് നിങ്ങൾ പറഞ്ഞതൊന്നും അവിടുത്തെ ജനങ്ങൾ കേട്ടില്ല എന്നാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും തേജസ്വിയും അടക്കം രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തിയ ഇടങ്ങളിൽ പോലും NDAക്ക് മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുകൂടിയുണ്ട്. അല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ എല്ലാ കാലത്തും ഇപ്പൊ ഷാഹു പ്രസാദിന് അതിന്റെ അകത്ത് എന്നോട് എതിരഭിപ്രായം ഉണ്ടാവില്ല. ജാതി രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും വലിയ പ്രാധാന്യമുള്ള പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ള വോട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഞാൻ അതെല്ലാരും ഉപയോഗിക്കുന്നതല്ലേ. അതിപ്പോ എന്താണ് എല്ലാരും RJD ഒക്കെ ആ നിലയ്ക്ക് ആ രീതിയിൽ ജാതി സമവാക്യം ഉപയോഗിച്ചതിന് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെയുള്ളിടത്താണ് ഈ പ്രതിപക്ഷത്തിന് അനുകൂലമാകാൻ സാധ്യത ഉണ്ടായിരുന്ന വോട്ടുകളെ ഒന്നെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാനിഷ് ഔട്ട് ചെയ്യുക എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ഉത്തരവില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ജനാധിപത്യത്തിന് ഒരു മര്യാദയുണ്ട്, ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും എല്ലാ പാർട്ടികളും വെച്ചു പുലർത്തിയതാണ്. അത് ഇന്ദിരാഗാന്ധിയുടെ സമയത്തുമുണ്ട്, നെഹ്റുവിന്റെ സമയത്തുമുണ്ട്, വാജ്പേയിയുടെ സമയത്തുമുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയുടെ കാലത്ത് അതില്ല. ഇവിടെ എന്താണ് ഉണ്ടായത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബീഹാറിലെ ജനം തോറ്റു, ബ്രസീലിയൻ ജനതാ പാർട്ടി ജയിച്ചു. ബീഹാറിലെ ജനം തോറ്റു, ബ്രസീലിയൻ ജനതാ പാർട്ടി ജയിച്ചു എന്നതിനപ്പുറത്ത് എന്താ പറയുക? നമ്മൾ ഈ തോറ്റു കഴിയുമ്പോഴേ ജനതയെ മുഴുവൻ അത് ഇവിടെ ഒരു പാർട്ടി പറയുന്നതല്ല, എല്ലാവരും പറയുന്നതാണ്. എല്ലാ പാർട്ടികളും
അവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ ജനതയെ അങ്ങ് കുറ്റപ്പെടുത്തി. ഇത് മനുഷ്യനാണ് വോട്ട് ചെയ്യുന്നത്, അല്ലാതെ റോബോട്ട് ഒന്നും വോട്ട് ചെയ്യുന്നതല്ല. ഇനി അതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ നിങ്ങൾ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലൊക്കെ പോകും. ഇത് ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജയിച്ചത്, ബീഹാറിലെ ജനതയെ മുഴുവൻ തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഈ SIR കൊണ്ട് മാത്രമാണോ NDA ജയിച്ചത്? അത് മാത്രമാണോ നിങ്ങൾക്ക് 4 സീറ്റിലേക്ക് ചുരുങ്ങിയതെന്നാണോ വസന്ത്? ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. എനിക്കൊന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ വാട്സപ്പ് ചെയ്ത് തരാം. ഇന്ത്യ ടുഡേ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് ബീഹാറിൽ ഒരു മണ്ഡലത്തിൽ അവിടെ വോട്ട് ചോദിച്ചെത്തുന്ന സിറ്റിംഗ് MLA, അവിടുത്തെ ജനം വോട്ട് ചോർ എന്ന് പറഞ്ഞ ഒരു വലിയ ജനക്കൂട്ടം ആട്ടി ഓടിക്കുന്ന ചിത്രം. ആ സിറ്റിംഗ് MLA അവിടെ ജയിച്ചു. എങ്ങനെയാ അതുണ്ടാകുന്നത്? അപ്പൊ ജനങ്ങൾ അവിടെ ക്ലിയർ ആയി വോട്ട് ചോദിച്ചു വന്ന സിറ്റിംഗ് MLA ചൂലെടുത്ത് അടിച്ചോടിച്ച മണ്ഡലത്തിൽ പോലും അയാൾ ജയിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം? അതിനെങ്ങനെയാണ് കണ്ണും പൂട്ടി അയ്യോ ഇത് ജനവിധിയാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കണമേ എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ല, അത് അങ്ങ് പറഞ്ഞ കാര്യത്തിൽ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ ആരും ജനക്കൂട്ടമായിരുന്നോ എതിർ പാർട്ടി കൂട്ടമായിരുന്നോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കാറുണ്ട്. അത് നമുക്ക് വേറൊരു വിഷയം കൂടിയാണ്. അത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ. ഇവിടെ നമ്മൾ കേരളത്തിൽ തന്നെ പല വിഷയങ്ങളും ജനങ്ങൾ പ്രതികരിക്കുന്നു എന്ന് പറയുന്ന ആ പാർട്ടി അനുകൂലിക്കുന്ന ആളുകൾ പ്രതികരിക്കുന്നത് ജനത്തിന്റെ പ്രതികരണമായി പറയാറുണ്ട്. അത് ശരിയല്ലെങ്കിൽ പോലും. അപ്പൊ അതിനെ ആ നിലയ്ക്കും കൂടെ കണ്ടാൽ മതി. അല്ല, അത് അങ്ങയുടെ വാദമാണ്. അവിടെ ജനക്കൂട്ടമായിരുന്നു എന്നതും അത് ജനങ്ങളാണ് എന്നും മോദി മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോദി മീഡിയ. അപ്പൊ പിന്നെ നിങ്ങൾ അതിനകത്ത് മാറി നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായും കോൺഗ്രസിന് വലിയൊരു ഒരു അലേർട്ട് മെസ്സേജ് ആണ് ഈ തെരഞ്ഞെടുപ്പ് തരുന്നത് എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. ആ അലേർട്ട് മെസ്സേജ് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങണം എന്നതല്ല. കാരണം ഞങ്ങൾ അവിടെ ഈ RJD മത്സരിക്കുന്ന അവിടെയാണ് പ്രശ്നം വസന്ത്. എനിക്ക് തോന്നി അലേർട്ട് മെസ്സേജ് എന്നത് കോൺഗ്രസ് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പറയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലേക്ക് മാറണമെന്നാണോ? ഇപ്പൊ വസന്ത് പറയുന്നത് അങ്ങനെയല്ല, ഈ SIR ഒക്കെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ തോപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്.